ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നീലുക്കുട്ടിയുടെ ലൈഫിലൊരു സ്പെഷ്യൽ ഡേ ആണേ. അതെ, അങ്ങനെ നീലുക്കുട്ടി അക്ഷര ലോകത്തിലേക്ക് ആദ്യത്തെ ചുവട് വെക്കാൻ പോവാണ്. അതിൽ കൊച്ചു കൊച്ചു നിമിഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തലേന്നേ അവിടെ പോയി പനച്ചിക്കാട് വെച്ചാണ് ഞാൻ അവളെ എഴുത്തിനിരുത്തുന്നത്. പോകാനുള്ള ദൂരക്കോളിലും കൊണ്ടും തിരക്കും കൊണ്ടാണ് ഞങ്ങൾ തലേന്നേ പോയത്. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. സ്റ്റേജിൽ ഒരുപാട് നല്ല പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നീലു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനൊപ്പം അവൾ അവിടെ എല്ലാം ഓടി നടന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു. അവിടെ അമ്പലത്തിൽ തന്നെ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു ചിറ്റയുടെ വീട്. അതുകൊണ്ട് ഞങ്ങൾ രാത്രിയിൽ അവിടെ തങ്ങി. അങ്ങനെ രാത്രി ഞങ്ങൾ തൊഴുതിറങ്ങി. അവിടെ ചുറ്റിനും കളിപ്പാട്ടമായിരുന്നു. നീലു അതൊക്കെ കണ്ട് ഓരോ കളിപ്പാട്ടത്തിനും ബഹളമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം വിജയദശമിക്ക് ഞങ്ങൾ എല്ലാവരും റെഡിയായി. രാവിലെ 6 മണിയായപ്പോഴത്തേക്കിനും ഞങ്ങൾ അമ്പലത്തിലെത്തി. എന്നിട്ടും ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അങ്ങനെ നീലുവിനെ ഞങ്ങൾ എഴുത്തിനിരുത്തി. നീലു കരഞ്ഞൊന്നുമില്ല. സത്യം പറഞ്ഞാൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ചൊക്കെ റെഡിയായി വന്നിട്ട് പാവം. അങ്ങനെ എല്ലാ അനുഗ്രഹത്തോടെയും നീലുക്കുട്ടി അക്ഷര ലോകത്തിലേക്ക് അവിടെ ആദ്യത്തെ ചുവട് വെച്ച് കഴിഞ്ഞു. അവിടെ എല്ലാം ക്യൂ ആയിരുന്നു. ഒന്ന് താഴോട്ട് ഇറങ്ങണേ പോലും ഒരു ക്യൂ നിന്നാലേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. രാവിലെ ഇവിടെ പ്രശാന്ത് വർമ്മജിയുടെ അടിപൊളി ഭജനപ്പാട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ ടൈം പോയതുപോലും അറിഞ്ഞില്ല. നീലു ഇപ്പോഴും ഡൗട്ടിലാണ് ഇവിടെ എന്തോ സംഭവിക്കുന്നത്, ഞാൻ ഏത് ലോകത്താണെന്ന്. അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് താഴെ വന്നു. അമ്മ അവളെ കൈ പിടിച്ചെഴുതിക്കുക. കുറച്ചൊക്കെ ഞാനും കൈ പിടിച്ചെഴുതിച്ചു. ഇതെൻ്റെ ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോ ആണേ. അതുകൊണ്ട് തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ചൊക്കെ പാളിച്ചകളുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ടാറ്റാ.